ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 184 വാല്യം 4 മഗ്ദലയിൽ ബെഞ്ചമിന്റെ അമ്മയുടെ വീട്ടിൽ. ആ അത്ഭുതം നടന്നിട്ട് അല്പസമയമേ ആയി കാണൂ. എന്തെന്നാൽ അപ്പസ്തോലന്മാർ അതേപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റു ചില ആളുകളും ഈശോയെ ചൂണ്ടി അഭിപ്രായങ്ങൾ പറയുന്നു. അവിടുന്നാകട്ടെ ഗൗരവഭാവത്തിൽ നഗരത്തിന് പുറത്ത് പാവപ്പെട്ടവർ താമസിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു ചെറിയ വീടിന്റെ മുന്നിൽ ഈശോ നിന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി കുതിച്ചു ചാടി വെളിയിലേക്ക് വന്നു. അവന്റെ അമ്മയും പിന്നാലെ വന്നു. സ്ത്രീയെ, അല്പം ആശ്വാസം കിട്ടും വരെ ഞാൻ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ വിശ്രമിക്കട്ടെയോ? എന്റെ കർത്താവേ, വിശ്രമിച്ചാലും. അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കളയിലും വരിക. ഞാൻ അങ്ങേക്ക് ലഘുഭക്ഷണം തരാം. ബുദ്ധിമുട്ടേണ്ട. ഈ ഉദ്യാനത്തിൽ സമാധാനമായി ഒന്നിരുന്നാൽ മാത്രം മതി. എങ്കിലും വെള്ളത്തിൽ എന്തോ ചേർത്ത് അവൾ ഈശോയ്ക്ക് നൽകി. അവൾ ആ ഉദ്യാനത്തിനു ചുറ്റും കറങ്ങി നടന്നുവെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ തുനിഞ്ഞില്ല. അവൾ അടുക്കള ജോലിയിൽ വ്യാപൃതയാകുന്നതായി ഭാവിച്ചു. വാസ്തവത്തിൽ അവൾ ഈശോയെ ശ്രദ്ധിക്കുകയായിരുന്നു. അവിടുന്ന് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് അവൾ ശ്രദ്ധിച്ചത്. എന്നാൽ ആ കൊച്ചുകുട്ടി ഒരു ചിത്രശലഭത്തെയോ പ്രാണിയെയോ പിടിച്ചിട്ട് ബഹളം വച്ച് അവളെ ശല്യപ്പെടുത്തി. അതിനാൽ ഈശോ പറയുന്നത് അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവൾ ബാലന് ഒരു ചെറിയ അടി വച്ചുകൊടുത്തു. അവൻ അത്യുച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇത്രയും കൊണ്ട് മേരി അസ്വസ്ഥതയായതായി അങ്ങ് കണക്കാക്കുന്നുണ്ടോ? തീക്ഷ്ണൻ ചോദിച്ചു. നീ വിചാരിക്കുന്നതിലും അധികം, ഈശോ മറുപടി നൽകി. ഈശോ ആ ബാലനെ കൈകാട്ടി വിളിച്ചു. അവൻ ഓടിവന്ന് കരച്ചിൽ നിർത്തി അവിടുത്തെ മടിയിലിരുന്നു. ബെഞ്ചമിൻ, ഇവിടെ വാ, ഗുരുവിനെ ശല്യപ്പെടുത്താതിരിക്കൂ. എന്നാൽ ഈശോ പറഞ്ഞു, അങ്ങനെയല്ല, അവൻ ഇവിടെ ഇരിക്കട്ടെ. അവൻ നല്ലവനായി തീർന്ന് നിനക്ക് സമാധാനം തരും. അവിടുന്ന് കുട്ടിയോട് പറഞ്ഞു, കരയരുത്. നിന്റെ അമ്മ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ. അമ്മ നിന്നെക്കൊണ്ട് അനുസരിപ്പിച്ചതല്ലേ ഉള്ളൂ. അഥവാ അനുസരിപ്പിക്കാൻ ആഗ്രഹിച്ചു. നീ നിശബ്ദനായിരിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടും നീ ബഹളം വച്ചതെന്തിനാണ്? ഒരുപക്ഷെ അവർക്ക് സുഖമില്ലായിരിക്കാം. നിന്റെ ബഹളം അവർക്ക് ശല്യമായി തോന്നിയിരിക്കാം. കുട്ടി ശിശുസഹജമായ നിഷ്കളങ്കതയോടെ, ഇത് മുതിർന്നവർക്കില്ലല്ലോ, ഉടനെ അത്ഭുതപൂർവ്വം പറഞ്ഞു. ഇല്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങ് പറഞ്ഞത് കേൾക്കാൻ അമ്മ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ. അങ്ങയുടെ അടുത്ത് വരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഞാൻ മനഃപൂർവ്വം ബഹളം വച്ചതാണ്. അപ്പോൾ അങ്ങ് എന്നെ നോക്കുമല്ലോ എന്ന് കരുതി. എല്ലാവരും ചിരിച്ചു. എങ്കിലും ആ സ്ത്രീക്ക് നാണക്കേട് തോന്നി. സ്ത്രീയെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ വരൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ ആഗ്രഹിച്ചു. പറയൂ, എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ അങ്ങ് മിശിഹായാണ്. അങ്ങല്ലാതെ മറ്റാരുമല്ല മിശിഹ. അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങ് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഉത്കണ്ഠയുമുണ്ട്. ഞാൻ ഒരിക്കലും മഗ്ദലയ്ക്ക് പുറത്തു പോകാറില്ല. കാരണം എനിക്ക് വിഷമം പിടിച്ച ഒരു ഭർത്താവും 5 കുട്ടികളുമുണ്ട്. ഏറ്റവും ഇളയതിന് 4 മാസം പ്രായമേ ഉള്ളൂ. അങ്ങ് ഒരിക്കലും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇതാ ഞാൻ വന്നിരിക്കുന്നു നിന്റെ വീട്ടിൽ. നീ ഇത് കാണുന്നില്ലേ? അതുകൊണ്ടാണല്ലോ അങ്ങ് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. നിന്റെ ഭർത്താവ് എവിടെ? കടലിൽ പോയിരിക്കുന്നു. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണവുമില്ല. പിന്നെ ഉള്ളത് ഈ ചെറിയ അടുക്കളത്തോട്ടമാണ്. ഇതും കൊണ്ട് 7 പേർക്ക് കഴിഞ്ഞുകൂടാനാകുമോ? എന്നാലും ഇതൊക്കെ മതിയെന്നാണ് സക്കേവൂസ് പറയുന്നത്. സ്ത്രീയെ, ക്ഷമയോടെ ഇരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ കുരിശുണ്ട്. ഹേയ്, അങ്ങനെയല്ല. നാണം കെട്ട പെണ്ണുങ്ങൾ സുഖമായി കഴിയുന്നു. ഇത്തരക്കാരുടെ പണികൾ അങ്ങ് കണ്ടല്ലോ. അവർ സ്വയം ആനന്ദിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അവർ കുഞ്ഞുങ്ങളെ പെറ്റുവളർത്തുകയോ ദേഹം അനങ്ങി പണിയെടുക്കുകയോ ചെയ്യുന്നില്ല. അവർ തൂമ്പായെടുത്ത് മണ്ണിൽ ജോലി ചെയ്യുകയോ മുഷിഞ്ഞ വസ്ത്രം അലക്കുകയോ ചെയ്യുന്നില്ല. അവർ സുന്ദരികളും യുവതികളുമായി കാണപ്പെടുന്നു. ഹവ്വായ്ക്ക് കിട്ടിയ ശിക്ഷ അവർക്ക് ബാധകമല്ല. അതാണ് ഞങ്ങൾക്കുള്ള ശിക്ഷ. എന്തെന്നാൽ പുരുഷന്മാർ
ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങേക്ക് മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഇത്തരം സ്ത്രീകളും ഭയങ്കരമായ കുരിശ് ചുമക്കുകയാണ്. ഏറ്റവും ഭയങ്കരമായ കുരിശ്. പക്ഷേ അത് കാണാൻ പറ്റില്ല. സ്വന്തം മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തുന്നു. ലോകം അവരെ പരിഹസിക്കുന്നു. സ്വന്തം രക്തം അവരെ തള്ളിപ്പറയുന്നു. ദൈവം അവരെ ശപിക്കുന്നു. അവർ സന്തുഷ്ടരല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അവർ പ്രസവവേദന അറിയുന്നില്ല. ദേഹമനങ്ങി ജോലി ചെയ്യുന്നില്ല. അവരുടെ കൈകൊണ്ട് അധ്വാനിക്കുന്നുമില്ല. എങ്കിലും അവർ ഇത്ര തന്നെ അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ലജ്ജിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയം ഒരു വലിയ വ്രണമാണ്. അവരുടെ യുവത്വത്തെയോ സൗന്ദര്യത്തെയോ ചൊല്ലി അസൂയപ്പെടേണ്ട. മറ്റുള്ളവരെ കടിക്കുകയും അവരുടെ സമാധാനം കെടുത്തുകയും ചെയ്യുന്ന നശിച്ച ഒന്നിന്മേലുള്ള ആവരണങ്ങളാണ് അവയൊക്കെ. അവരുടെ ഉറക്കത്തിന്റെ പേരിൽ അസൂയപ്പെടേണ്ട. നിങ്ങൾ നിഷ്കളങ്കരായ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുമ്പോൾ അവർക്കുള്ളത് കുറെ ദുസ്വപ്നങ്ങൾ മാത്രമാണ്. ഇനി അവരുടെ ഭാവി നോക്കാം. വാർദ്ധക്യകാലത്ത്, വേദനയുടെ കാലത്ത് അവരെ ശുശ്രൂഷിക്കാൻ ആരുണ്ടാകും? അവരുടെ കൂടെയുള്ളത് പശ്ചാത്താപവും ഭയവും മാത്രമായിരിക്കും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇവിടെ ഇരിക്കട്ടെയോ? ഇരുന്നോളൂ. ഞാൻ ബെഞ്ചമിന് ഒരു നല്ല കഥ പറഞ്ഞുകൊടുക്കാൻ പോവുകയാണ്. ബാല്യം കഴിഞ്ഞവർക്കും മേരി മഗ്ദലനയ്ക്കും ഇത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. മേരി മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കുമോ എന്ന് നീ സംശയിക്കുന്നു. ആ വഴിക്കുള്ള ഒരു സൂചനയും അവൾ കാണിച്ചില്ല. നിർലജ്ജയും ധിക്കാരിയുമായ അവൾ സ്വന്തം സൗന്ദര്യത്തിന്റെയും സ്വാധീനത്തിന്റെയും അഹന്തയോടെ ജനങ്ങളെ അനുഗമിക്കുകയും താൻ കാരണം കരയുന്നവരോടൊപ്പം വാതിൽപ്പടി വരെ മാത്രം വരികയും ചെയ്തു. പത്രോസിന്റെ ശകാരത്തെ അവൾ ചിരിച്ചു തള്ളി. ക്ഷണിച്ചുകൊണ്ടുള്ള എന്റെ നോട്ടത്തെ അഹങ്കാരത്തോടെ അവൾ നിരസിച്ചു. അവളോട് ഞാൻ നേരിട്ട് സംസാരിക്കണമെന്നും മിശിഹ എന്ന നിലയ്ക്കുള്ള എന്റെ ശക്തി അവൾക്ക് കാണിച്ചു കൊടുക്കണമെന്നും ചിലരെങ്കിലും ആഗ്രഹിച്ചു കാണും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. മറ്റൊരു പാപിയെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാക്കൾ സ്വയമേവ പ്രതികരിക്കണം. ഞാൻ കടന്നു പോവുകയും വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നു. വിത്ത് പ്രവർത്തിക്കുന്നത് രഹസ്യമായിട്ടാണ്. ഈ കാര്യത്തിൽ ഒരു ആത്മാവ് ആദരിക്കപ്പെടണം. ആദ്യത്തെ വിത്ത് വേര് പിടിക്കുന്നില്ലെങ്കിൽ മറ്റൊന്ന് വിതയ്ക്കും. ആവശ്യമെങ്കിൽ മൂന്നാമതൊന്നും വിതയ്ക്കുന്നത് പ്രയോജനരഹിതമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ആ ഉദ്യമം ഉപേക്ഷിക്കൂ. ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. പ്രാർത്ഥന മണ്ണിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെയാണ്. അത് വിത്തിനെ നനയ്ക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിത്ത് മുളയ്ക്കാൻ പ്രാപ്തമാകുന്നു. സ്ത്രീയെ, പച്ചക്കറികളുടെ കാര്യത്തിൽ ഇതല്ലേ നിങ്ങൾ ചെയ്യാറുള്ളത്? മനുഷ്യഹൃദയത്തിൽ തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കഥ ഞാൻ പറയാം. അത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. എന്തുകൊണ്ടെന്നാൽ ഓരോ ഹൃദയവും ഭൂമിയിലെ ഒരു ചെറിയ ദൈവരാജ്യമാണ്. പിന്നീട് മരണശേഷം ഈ ചെറിയ ദൈവരാജ്യങ്ങൾ എല്ലാം കൂടി അപരിമേയവും നിത്യവിശുദ്ധവുമായ സ്വർഗരാജ്യത്തിൽ ലയിച്ച് ഒന്നായി തീരും. മനുഷ്യഹൃദയങ്ങളിൽ ദൈവരാജ്യം സൃഷ്ടിക്കുന്നത് ദൈവമാകുന്ന വിതക്കാരനാണ്. അവിടുന്ന് തന്റെ പാടത്തേക്ക് വരുന്നു. ഓരോ മനുഷ്യനും പ്രാഥമികമായി തന്റേതാകയാൽ മനുഷ്യൻ ദൈവത്തിന് അവകാശപ്പെട്ടവനാണ്. അവിടുന്ന് തന്റെ നിലത്ത് വിത്ത് വിതയ്ക്കുന്നു. പിന്നെ മറ്റു നിലങ്ങളിലും, അതായത് മറ്റ് ഹൃദയങ്ങളിലും വിതച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാവുകളും പകലുകളും കടന്നുപോകും. പകൽ സൂര്യപ്രകാശവും മഴയും പ്രദാനം ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവിക സ്നേഹത്തിന്റെ പ്രകാശവും ദൈവികമായ വിവേകത്തിന്റെ വചനങ്ങളും തന്നെ. രാത്രി നക്ഷത്രങ്ങളെയും വിശ്രമദായകമായ നിശബ്ദതയെയും നൽകുന്നു. നമ്മുടെ കാര്യത്തിൽ മിന്നിത്തിളങ്ങുന്ന ദൈവവിളികളും ആത്മാവിന്റെ ചിന്തയ്ക്കും ധ്യാനത്തിനും അനുയോജ്യമായ നിശബ്ദതയുമാണവ. ഇത്തരം സാഹചര്യത്തിന്റെ ശക്തമായ സമ്മർദ്ദം മൂലം വിത്ത് കുതിർന്നു വീർത്ത് മുള പൊട്ടുകയും
വേരിറങ്ങി വളർന്നു വരികയും ചെയ്യുന്നു. ഇതിലൊന്നും മനുഷ്യന്റെ സഹായം ഒട്ടും തന്നെയില്ല. മണ്ണിൽ നിന്നും വിത്തുകൾ താനെ മുളച്ചു വരുന്നു. അത് വലുതായി ബലം പ്രാപിക്കുമ്പോൾ കതിർ വരുന്നു. അത് പാകമാകുന്നതോടെ ഒന്നാം തരം ധാന്യമായി തീരുന്നു. ഈ സമയത്ത് വിതക്കാരൻ വീണ്ടും വന്ന് അത് മുറിച്ചെടുക്കുന്നു. എന്തെന്നാൽ ആ വിത്ത് പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒട്ടും തന്നെ വളരുവാൻ അതിന് കഴിയാത്തത് മൂലമാണ് അത് മുറിച്ചെടുക്കപ്പെടുന്നത്. എന്റെ വചനം മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. എന്റെ വചനമാകുന്ന വിത്ത് സ്വീകരിക്കുന്ന വയലുകളാണ് മനുഷ്യഹൃദയങ്ങൾ. എങ്കിലും ഇത് മന്ദഗതിയിലുള്ള ഒരു പ്രക്രിയയാണ്. ധൃതി കൂട്ടി എല്ലാം നശിപ്പിച്ചു കളയാൻ പാടില്ല. ഒരു വിത്ത് വളർന്ന് അതിൽ നിന്നും വേരിറങ്ങുക എന്നത് എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഠിനവും വന്യവുമായ ഒരു ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വേദനാജനകവുമാണ്. അത് സ്വയം തുറക്കുകയും ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുകയും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അവയെ കഠിനാധ്വാനം ചെയ്ത് പരിപോഷിപ്പിക്കുകയും ലളിതവും പ്രയോജനകരവുമായ വസ്തുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട് വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുകയും വേണം. ആകർഷകവും ആഡംബര സമന്വിതവും നിഷ്പ്രയോജനവും ധാരാളിത്തപരവുമായ പഴയ ആവരണം ഉരിഞ്ഞുകളഞ്ഞാലേ ഇത് സാധ്യമാകൂ. മറ്റുള്ളവരുടെ അഭിനന്ദനം പിടിച്ചുപറ്റാൻ നിൽക്കാതെ ദൈവിക ചിന്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അതിലൂടെ സംതൃപ്തി കണ്ടെത്താനും അതിന് കഴിയണം. വളരാനും കതിരിടാനും വേണ്ടി അത് സ്വന്തം കഴിവുകൾ മുഴുവൻ വിനിയോഗിക്കണം. അത് സ്നേഹത്തിന്റെ ഊഷ്മളതയാൽ ധന്യമായി തീരണം. വേല ചെയ്തും കഷ്ടതകൾ സഹിച്ചും പുതിയ രൂപഭാവങ്ങൾ കൈവരിച്ചും മാനുഷികമായ എല്ലാ ഭയാശങ്കകളെയും അതിജീവിച്ചാലും ക്രൂരമായ ഒരു ഛേദനത്തിലൂടെ അതിനെ തായ്തണ്ടിൽ നിന്നും വേർപെടുത്തുന്നു. എല്ലാം കൈവരിക്കുന്നതിന് വേണ്ടി അത് എല്ലാം കൈവിടേണ്ടി വരുന്നു. പഴയ കുപ്പായം ഉരിഞ്ഞു കളഞ്ഞാലേ സ്വർഗത്തിൽ വച്ച് വിശുദ്ധിയുടെ കുപ്പായം വീണ്ടും അണിയിക്കപ്പെടുകയുള്ളൂ. പാപിയായ ഒരാൾ വിശുദ്ധനായി തീരുക എന്നത് അങ്ങേയറ്റം ദീർഘവും ധീരവും മഹനീയവുമായ ഒരു പോരാട്ടമാണ്. മേരി മഗ്ദലനയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുകയെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മത്തായി, നിന്റെ കാര്യത്തിലും ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണോ പെരുമാറിയത്? അല്ല ഗുരോ, വ്യത്യസ്തമായിട്ടല്ല. എന്നോട് ഉള്ളത് പറയൂ. എന്റെ ക്ഷമയാണോ പരീശന്മാരുടെ കയ്പേറിയ ശകാരങ്ങളാണോ നിനക്ക് വിശ്വാസ്യമായി തോന്നിയത്? അങ്ങയുടെ ക്ഷമ തന്നെ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. പരീശന്മാർ എന്നെ നികൃഷ്ടനായി കാണുകയും ശപിക്കുകയും ചെയ്തു. കടുത്ത വിദ്വേഷം കൊണ്ട് ഞാൻ അന്നോളം ചെയ്തതിലും അധികമായി മറ്റുള്ളവരെ ദ്രോഹിച്ചു. എന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. തങ്ങളെ പാപികളായി കണക്കാക്കുമ്പോൾ അവർ കൂടുതൽ നിർബന്ധബുദ്ധിയുടെ പാപം ചെയ്യുന്നു. എന്നാൽ അപഹസിക്കപ്പെടുന്നതിന് പകരം സ്നേഹിക്കപ്പെട്ടാൽ പാപികൾ അത്ഭുതസ്തബ്ധരായി തീരുകയും വിലപിക്കുകയും ചെയ്യും. ഒരാൾ കരയുമ്പോൾ അയാളുടെ പാപത്തിന്റെ ചട്ടക്കൂട് മുഴുവൻ തകർന്നു വീഴുന്നു. പരമമായ നന്മയുടെ മുന്നിൽ വിവസ്ത്രനായിത്തീരുന്ന അയാൾ ദിവ്യമായ വസ്ത്രത്തിനായി ഹൃദയപൂർവ്വം യാചിക്കുകയും അയാൾക്കത് ലഭിക്കുകയും ചെയ്യുന്നു. നീ പറഞ്ഞത് ശരിയാണ് ബെഞ്ചമിൻ. ഞാൻ പറഞ്ഞ കഥ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? കൊള്ളാം. നിന്റെ അമ്മ എവിടെ? കഥയുടെ അവസാനം അവർ പുറത്തിറങ്ങി റോഡിലൂടെ ഓടുന്നത് കണ്ടു. ജെയിംസ് അൽഫേയൂസ് പറഞ്ഞു. ഭർത്താവ് വരുന്നോ എന്ന് നോക്കാൻ അവർ കടൽക്കരയിൽ പോയതായിരിക്കും, തോമാ പറഞ്ഞു. അല്ല, മക്കളെ വിളിച്ചുകൊണ്ടുവരാൻ വല്യമ്മയുടെ അടുത്ത് പോയതാണ്. വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി അമ്മ അവരെ അവിടെ കൊണ്ടുവിടാറുണ്ട്. നല്ല സൗഹൃദഭാവത്തിൽ ഈശോയുടെ കാൽമുട്ടുകളിൽ ചാരിയിരുന്ന ബാലൻ പറഞ്ഞു. നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തിയിട്ട് അമ്മ പോവുമോ? എങ്കിൽ നീ കുറെ കുസൃതിത്തരങ്ങൾ കാണിക്കുമല്ലോ, ബർത്തലോമ്യോ അഭിപ്രായപ്പെട്ടു. ഞാൻ ഏറ്റവും മൂത്ത ആളാണ്. ഞാൻ അമ്മയെ സഹായിക്കും. നീ എന്ത് സഹായിക്കാനാണ്? സ്വർഗം നേടാനായിരിക്കും. പാവം സ്ത്രീ. നിനക്ക് എത്ര വയസ്സുണ്ട്?
3 വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ യഹോവയുടെ നിയമപ്രകാരമുള്ള പുത്രനാകും. ആ കുസൃതിക്കുട്ടൻ അഭിമാനപൂർവ്വം പറഞ്ഞു. നിനക്ക് വായിക്കാൻ അറിയാമോ? തദേവൂസ് ചോദിച്ചു. അറിയാം, പക്ഷേ വളരെ പതുക്കെയേ പറ്റൂ. കാരണം എന്റെ അധ്യാപകൻ എല്ലാ ദിവസവും എന്നെ പിടിച്ച് പുറത്തിറക്കി വിടും. നീ ആളൊരു കുസൃതിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബർത്തലോമിയോ അത്ഭുതപ്പെട്ടു. അത് എന്റെ കുറ്റം കൊണ്ടല്ല. കിഴവനായ ആ അധ്യാപകൻ ഒരു വൃത്തികെട്ട ആളാണ്. അയാൾക്ക് എപ്പോഴും ഒരു കാര്യമേ പറയാനുള്ളൂ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. അയാൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ, ഈശോയെ ചൂണ്ടിക്കൊണ്ട്, ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഉറങ്ങുകയോ കളിക്കുകയോ ചെയ്യുന്നവരെ അങ്ങ് അടിക്കുമോ? ഞാൻ ആരെയും അടിക്കുകയില്ല. എന്നാൽ എന്റെ കുട്ടികളോട് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ശ്രദ്ധിക്കുക. ഈശോ മറുപടി പറഞ്ഞു, അതെ, അതാണ് ശരി. സ്നേഹത്തോടെ പറയണം, പേടിപ്പിക്കുകയല്ല വേണ്ടത്. എന്നാൽ നീ നല്ലവനാണെങ്കിൽ അധ്യാപകൻ നിന്നെ സ്നേഹിക്കും. നല്ലവരെ മാത്രമേ അങ്ങ് സ്നേഹിക്കാറുള്ളോ? അങ്ങല്ലേ നേരത്തെ പറഞ്ഞത്, ചീത്തയായ ഈ മനുഷ്യനു വേണ്ടി അങ്ങ് ക്ഷമയോടെ കാത്തിരുന്നെന്ന്. ബാലന്റെ യുക്തി കുറിക്ക് കൊള്ളുന്നതായിരുന്നു. ഞാൻ എല്ലാവരോടും നല്ലതായിട്ടേ പെരുമാറൂ. എങ്കിലും ദുഷ്ടനായ ഒരാൾ നല്ലവനായി തീരുമ്പോൾ ഞാൻ അയാളെ കൂടുതലായി സ്നേഹിക്കും. ഞാൻ അവരോട് കൂടുതൽ നല്ലതായി പെരുമാറും. ബാലൻ അല്പനേരം ആലോചിച്ചിരുന്നിട്ട് മത്തായിയോട് ചോദിച്ചു, നല്ലവനാകാൻ വേണ്ടി താങ്കൾ എന്താണ് ചെയ്തത്? ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. ബാലൻ വീണ്ടും ആലോചനയിൽ മുഴുകി. 12 അപ്പസ്തോലന്മാരെയും നോക്കിക്കൊണ്ട് അവൻ ഈശോയോട് ചോദിച്ചു, ഇവരെല്ലാം നല്ലവരാണോ? തീർച്ചയായും അവർ നല്ലവരാണ്. അത് അങ്ങേക്ക് ഉറപ്പാണോ? ഞാൻ ചിലപ്പോൾ നല്ല കുട്ടിയായി പെരുമാറും. പക്ഷെ അതെപ്പോഴാണ്? മറ്റു ചിലപ്പോൾ ഞാൻ വലിയ വല്ല കുസൃതിയും ആലോചിക്കുകയായിരിക്കും. അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ഏറ്റു പറഞ്ഞതിന്റെ രസത്തോടെ ആ ബാലനും ചിരിച്ചു. അവനെ മാറോട് ചേർത്ത് ചുംബിച്ചുകൊണ്ട് ഈശോയും ചിരിക്കുക തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എല്ലാവരുമായും സൗഹൃദം പിടിച്ച അവന് കളിക്കണമെന്ന ആഗ്രഹം തോന്നി. അവൻ പറഞ്ഞു, ഇവരിൽ ആരാണ് നല്ലതെന്ന് ഞാൻ അങ്ങയോട് പറയാം. പിന്നെ അവൻ 2 ജെയിംസുമാരെയും തിരഞ്ഞെടുത്ത് മറ്റ് 2 പേരുടെ കൂടെ നിർത്തി. പിന്നെ പിടികൂടിയത് തദേവൂസിനെയാണ്. തീക്ഷ്ണന്റെയും ബർത്തൊലോമ്യോയുടെയും മുന്നിൽ അവൻ കുറെ നേരം ആലോചിച്ചു നിന്നു. നിങ്ങൾ പ്രായമുള്ളവരാണ്, എങ്കിലും നല്ലവരാണ്. അവരെയും മറ്റുള്ളവരുടെ കൂടെ ചേർത്തു. പിന്നെ അവൻ പരിശോധിച്ചത് പത്രോസിനെയാണ്. പത്രോസ് അത് തമാശയായി എടുത്തു. ബാലൻ പത്രോസിനെയും നല്ലവരുടെ കൂടെ ഉൾപ്പെടുത്തി. മത്തായിയും പീലിപ്പോസും ആ പരീക്ഷയിൽ ജയിച്ചു. അവൻ തോമായോട് പറഞ്ഞു, താങ്കൾ അമിതമായി ചിരിക്കുന്നു. എനിക്കത് ഇഷ്ടമാണ്. എന്നാൽ എന്റെ അധ്യാപകൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എപ്പോഴും ചിരിക്കുന്നവൻ പരീക്ഷയിൽ തോൽക്കുമെന്ന്. കുറഞ്ഞ മാർക്കോടെ ആണെങ്കിലും തോമായും വിജയിച്ചു. ബാലൻ പിന്നീട് ഈശോയുടെ അടുത്ത് തിരിച്ചു ചെന്നു. എടാ കുസൃതി, ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? എന്താ, ഞാനൊരു മരമാണോ? ഞാൻ ചെറുപ്പക്കാരനും സുന്ദരനുമാണ്. നീ എന്തുകൊണ്ടാണ് എന്നെ പരിശോധിക്കാത്തത്? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ. ഇഷ്ടമില്ലാത്ത യാതൊന്നിലും തൊട്ടുപോകരുതെന്ന് അമ്മ പറയാറുണ്ട്. തൊടാതെ അത് മേശപ്പുറത്ത് വച്ചിരുന്നാൽ വേണ്ടുന്നവർ എടുത്തുകൊള്ളുമെന്നും, ഇഷ്ടമില്ലാത്ത വല്ലതും ആരെങ്കിലും തന്നാൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയരുതെന്നും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്ദി, എങ്കിലും എനിക്ക് വിശപ്പില്ല എന്നേ പറയൂ. നിങ്ങൾ തരുന്നത് തിന്നാനുള്ള വിശപ്പ് എനിക്കില്ല. എന്തുകൊണ്ട്? നോക്കൂ, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഇതാ ഈ നാണയത്തുട്ട് തരാം. ഇത് എനിക്ക് എന്ത് ചെയ്യാനാണ്? കള്ളം പറഞ്ഞിട്ട് ഞാൻ എന്തു നേടാനാണ്? ചതിവിൽ നേടുന്ന പണത്തിന് ഒരു വിലയുമില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത്തരം പണം വെറും കച്ചിത്തുരുമ്പായി മാറും. ഒരിക്കൽ വല്യമ്മയുടെ വീട്ടിൽ വെച്ച് ഒരു കള്ളം പറഞ്ഞ് ഞാൻ അല്പം പണം നേടി. അത് കൊടുത്ത് തേനപ്പം വാങ്ങി. ആരും കാണാതെ കതകിന്റെ പിന്നിൽ ഒരു ദ്വാരത്തിൽ ഒളിച്ചുവെച്ചു. രാത്രി കഴിഞ്ഞ് നേരം വെളുത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൈ നിറയെ കച്ചിക്കഷ്ണങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. പക്ഷേ ഞാൻ നല്ലവനല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കുള്ള കുഴപ്പം എന്താണ്? ഞാൻ എന്താ മുടന്തനാണോ? അതോ കാണാൻ കൊള്ളാത്തവനാണോ?
അല്ല, എങ്കിലും നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് സ്കറിയോത്ത അവന്റെ അടുക്കൽ ചെന്നു. എനിക്കറിഞ്ഞുകൂടാ, എന്നെ വെറുതെ വിട്ടേക്കൂ, എന്നെ തൊട്ടുപോകരുത്, തൊട്ടാൽ ഞാൻ മാന്തി കീറും. എന്തൊരു നാശം പിടിച്ചവൻ, വിവരം കെട്ടവൻ! യൂദാസ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഞാൻ വിവരം കെട്ടവനല്ല, പക്ഷേ നിങ്ങൾ ദുഷ്ടനാണ്. ആ ബാലൻ ഈശോയുടെ മടിയിൽ അഭയം തേടി. അവിടുന്ന് ഒന്നും പറയാതെ അവനെ തലോടി. സ്കറിയോത്തായ്ക്ക് ഈ സംഭവം വിഷമമുണ്ടാക്കിയെങ്കിലും മറ്റപ്പസ്തോലന്മാർക്ക് അത് രസം പകർന്നു. ഇതിനിടയ്ക്ക് 1/2 ഡസൻ ആളുകളുമായി അവന്റെ അമ്മ തിരിച്ചെത്തി. പിന്നാലെ വേറെ ആളുകളും വരുന്നുണ്ട്. അവർ ഏകദേശം 50 പേരുണ്ട്. എല്ലാം പാവപ്പെട്ടവരാണ്. ഇവരോട് അവിടുന്ന് അല്പം സംസാരിച്ചാലും, കുറച്ച് വാക്കുകളെങ്കിലും. ഇത് എന്റെ ഭർത്താവിന്റെ അമ്മയാണ്. ആ കാണുന്ന പുരുഷനാണ് എന്റെ ഭർത്താവ്. കർത്താവേ, ഒരു വാക്ക്! ആ സ്ത്രീ അപേക്ഷിച്ചു. ശരി, ഞാൻ സംസാരിക്കാം. നിങ്ങൾ നൽകിയ ആതിഥ്യത്തിന് നന്ദി പറയാൻ വേണ്ടി. അവൾ വീട്ടിൽ കയറിപ്പോയി ഇളയ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു. സ്നേഹത്തെപ്പറ്റി കേട്ടോളൂ. എന്റെ മടിയിലിരിക്കുന്ന ഈ ബാലൻ ഇപ്പോൾ വളരെ വിവേകപൂർവം സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ചതിവിൽ നേടുന്നതെന്തും കച്ചിത്തുരുമ്പായി മാറും. ആ സത്യം അവനെ പഠിപ്പിച്ചത് അവന്റെ അമ്മയാണ്. ഇതൊരു കഥയല്ല, ഇതൊരു നിത്യസത്യമാണ്. വിശ്വസ്തതയില്ലാതെ ചെയ്യുന്ന എന്ത് കാര്യവും ഒരിക്കലും വിജയം വരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ വാക്കിലോ പ്രവൃത്തിയിലോ മതത്തിലോ കാണുന്ന തിന്മ എപ്പോഴായാലും സാത്താനുമായുള്ള സൗഹൃദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവനാണല്ലോ തിന്മയുടെ ഗുരു. സ്വർഗരാജ്യം നേടുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ ശബ്ദായമാനമോ പ്രദർശനപരമോ ആണെന്ന് ധരിച്ചു കളയരുത്. അവ സാധാരണവും നിരന്തരവുമായ പ്രവൃത്തികളാണെങ്കിലും സ്നേഹമെന്ന പ്രകൃത്യാതീതമായ ലക്ഷ്യം വച്ചുകൊണ്ടാണ് അവ നിർവഹിക്കപ്പെടുന്നത്. നിങ്ങളിൽ മുള പൊട്ടി സ്വർഗത്തോളം വളരുന്ന ആ ചെടിയുടെ വിത്ത് സ്നേഹമാണ്. അതിന്റെ തണലിൽ മറ്റെല്ലാ നന്മകളും വളർന്നു വരും. ഞാൻ അതിനെ ചെറിയ ഒരു കടുകുമണിയോട് ഉപമിക്കും. എത്രയോ ചെറുതാണത്! മനുഷ്യൻ വിതയ്ക്കുന്നതിൽ വച്ച് ഏറ്റവും ചെറിയ വിത്തുകളിൽ ഒന്നാണത്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് എത്രയോ വലിയ ഒരു മരമായി തീരുന്നു. എത്രയോ അധികം ഇലകളും കായ്കളും അതിൽ ഉണ്ടാകുന്നു. ഇതിന് 100% എന്നല്ല, 1ന് 100 മേനി എന്നാണ് പറയേണ്ടത്. ഏറ്റവും ചെറുതാണെങ്കിലും അത് ഏറ്റവുമധികം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു. അത് നിങ്ങൾക്ക് എത്രയധികം ആദായം തരുന്നു! സ്നേഹവും അതുപോലെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു ചെറിയ വിത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരമപരിശുദ്ധനായ ദൈവത്തെയും അയൽക്കാരനെയും നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തികളെ നയിക്കുന്നത് സ്നേഹമാണെങ്കിൽ, ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയം നേരിടുകയില്ല. അപ്പോൾ തെറ്റായ മതാനുഷ്ഠാനങ്ങൾ മുഖേനയോ ആത്മാവിന്റെ വീഴ്ച കൊണ്ടോ നിങ്ങൾ ദൈവത്തെ വഞ്ചിക്കുകയില്ല. സ്നേഹശൂന്യരായ മനുഷ്യരെപ്പോലെ വ്യഭിചാരം, പീഡനം, മോഷണം, അസത്യവാദം, ശത്രുക്കളോട് പ്രതികാരം തീർക്കൽ മുതലായവ ചെയ്ത് നിങ്ങൾ അയൽക്കാരെ വഞ്ചിക്കുകയില്ല. ചൂടുള്ള ഈ സമയത്ത് എത്രയോ പക്ഷികൾ ഈ ഉദ്യാനത്തിലെ മരങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് നോക്കുക. ഇപ്പോൾ വളരെ ചെറുതായി നിൽക്കുന്ന ഈ കടുക് ചെടി അധികം താമസിയാതെ വളർന്ന് വലുതായി പക്ഷികൾക്ക് അഭയമരുളും. ഈ മരങ്ങളുടെ തണലിൽ എല്ലാ പക്ഷികളും അഭയം തേടുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ മരക്കൊമ്പുകളിൽ തത്തിക്കളിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനമായ സ്നേഹം. സ്നേഹിക്കുക, നിങ്ങളും സ്നേഹിക്കപ്പെടും. സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം സഹായിക്കും. സ്നേഹിക്കുക, നിങ്ങളുടെ കീഴിലുള്ളവരിൽ നിന്നും നിയമാനുസൃതം ഉള്ളതിലധികം നിങ്ങൾ ആഗ്രഹിക്കുകയില്ല. സ്നേഹിക്കുക, സ്വർഗീയമായ സമാധാനവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാത്തപക്ഷം ബെഞ്ചമിൻ പറഞ്ഞതുപോലെ, സ്നേഹത്തിനും സത്യത്തിനും വിരുദ്ധമായ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നരകത്തിലെ നിങ്ങളുടെ കിടക്കയിൽ വിരിക്കുന്ന കച്ചിക്കഷണങ്ങളായി തീരും. ഇതിലധികമായി എനിക്കൊന്നും പറയാനില്ല.
ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. സ്നേഹമെന്ന മഹത്തായ വികാരം എപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കട്ടെ. ഓരോ വാക്കിലും പ്രവൃത്തിയിലും വികാരത്തിലും പരമസത്യമായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. എന്തുകൊണ്ടെന്നാൽ സത്യസന്ധത ദൈവത്തിന്റെ പുത്രിയാണ്. പരിപക്വത പ്രാപിക്കും വരെയും വിത്ത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണത നേടുവോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുവിൻ. അത് നിശബ്ദവും ലളിതവും ക്ഷമാപൂർവകവുമായിരിക്കട്ടെ. നിന്റെ പോരാട്ടം ദൈവം കാണുന്നുവെന്നും സ്വാർത്ഥതയെ അതിജീവിക്കുന്നതിനായി ദൈവം നിനക്ക് വലിയ സമ്മാനം തരുമെന്നും ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പരുഷവാക്ക് പറയാൻ വന്നിട്ടും പറയാതെ നിയന്ത്രിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഒരു യുദ്ധക്കളത്തിൽ വച്ച് നിങ്ങളുടെ ശത്രുവിനെ കൊല ചെയ്യുന്നതിനേക്കാളും വലിയ വിജയമാണ്. നീതിമാന്മാരായി ജീവിക്കുമെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകും. ഓരോ ദിവസത്തെയും ഓരോരോ ചെറിയ സൽപ്രവൃത്തികളിലൂടെ ആയിരിക്കും നിങ്ങൾ അതിന് അവകാശികളായി തീരുന്നത്. നല്ലവരായിരിക്കുക, പരസ്പരം സമാധാനത്തോടെ ജീവിക്കുക, പിറുപിറുക്കുകയോ മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അനുഗ്രഹവും കൃതജ്ഞതയുമായി ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അതിനുശേഷം ഈശോ ഗൃഹസ്ഥയായ സ്ത്രീയോട് പറഞ്ഞു, വിശുദ്ധയായ ഒരു ഭാര്യയും വിശുദ്ധയായ ഒരു അമ്മയുമായ നിന്നെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. നന്മയിൽ ഉറച്ചു നിൽക്കുക. ബെഞ്ചമിൻ, ഞാൻ പോകട്ടെ. സത്യത്തെ സ്നേഹിക്കുകയും അമ്മ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുക. ദൈവം നിന്നെയും നിന്റെ സഹോദരങ്ങളെയും നിന്റെ അമ്മയെയും അനുഗ്രഹിക്കട്ടെ. ഒരു പുരുഷൻ മുമ്പോട്ട് വന്ന് വിക്കി പറഞ്ഞു, എങ്കിലും എങ്കിലും എൻ്റെ ഭാര്യയെപ്പറ്റി അവിടുന്ന് പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സിളകി. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. നിനക്ക് കണ്ണുകളും ബുദ്ധിയും ഇല്ലേ? ഉണ്ട്, എനിക്കുണ്ട്. എങ്കിൽ പിന്നെ അതൊക്കെ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അവ ശുദ്ധമാക്കി തരണോ? എൻ്റെ കർത്താവേ, അവിടുന്ന് അത് ചെയ്തു കഴിഞ്ഞു. എന്നാലും ഞാൻ അവളെ സ്നേഹിക്കുന്നു, അങ്ങേക്ക് അറിയാമല്ലോ. എങ്കിലും അവൾ കൂടുതൽ നന്മയുള്ളവളായതുകൊണ്ട് നീ അവളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. അതിൽ തെറ്റൊന്നുമില്ലെന്ന് നീ കരുതി. എന്നാൽ ഇനിമേൽ അവളെ ബുദ്ധിമുട്ടിക്കരുത്. അപകടകരമായ ജോലിയിലാണ് നീ എപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു കൊടുങ്കാറ്റിനെയും ഭയപ്പെടേണ്ട. എന്നാൽ നിന്നിൽ അനീതി ഉള്ള പക്ഷം നീ കൂടുതൽ ഭയപ്പെടുക. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അങ്ങ് പറഞ്ഞതിലുമേറെ മനസ്സിലായി. അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഞാൻ പരമാവധി പരിശ്രമിക്കാം. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് ആദ്യമായിട്ടെന്ന പോലെ അയാൾ തൻ്റെ ഭാര്യയെ നോക്കി. ഈശോ അയാളെ അനുഗ്രഹിച്ചിട്ട് പുറത്തുള്ള ചെറിയ നിരത്തിലേക്ക് ഇറങ്ങി.